കാർഡ് നിങ്ങളെ വലിയൊരു കെണിയിലേക്ക് ചാടിച്ചേക്കാം. ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടായിട്ടും അത് കൃത്യമായി ഉപയോഗിക്കാത്തവർക്കും ഉപയോഗം നിർത്തിയവർക്കും 2026 പുതിയ ചില നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ തുക പിഴയായും പലിശയായും നൽകേണ്ടി വരും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാന കാര്യങ്ങൾ ലളിതമായി പറയാം. ആദ്യത്തെ കാര്യം, കാർഡ് ഉപയോഗിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നതാണ്. പലരും ഒരു ആവേശത്തിന് കാർഡ് എടുക്കും, പക്ഷെ അത് കയ്യിൽ വെക്കുകയല്ലാതെ ഒന്നിനും ഉപയോഗിക്കില്ല. നിയമപ്രകാരം 1 വർഷം 1 തവണ പോലും കാർഡ് ഉപയോഗിച്ചില്ലെങ്കിൽ ബാങ്കിന് ആ കാർഡ് റദ്ദാക്കാൻ അധികാരമുണ്ട്. പക്ഷെ അതിനു മുൻപ് അവർ നിങ്ങളെ അറിയിക്കണം. 30 ദിവസത്തെ സമയവും തരും. ആ സമയത്തിനുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ കാർഡ് താനെ നിന്നു പോകും. ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ മോശമായി ബാധിക്കും. പിന്നീട് ഒരു വീട് വെക്കാനോ വണ്ടി വാങ്ങാനോ ലോണിന് അപേക്ഷിക്കുമ്പോഴും ഇത് തടസ്സമായി നിൽക്കും. രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാർഷിക ഫീസിനെ കുറിച്ചാണ്. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും പല കാർഡുകൾക്കും കൊല്ലം തോറും ഒരു തുക ബാങ്ക് ഈടാക്കും. കാർഡ് ഉപയോഗിക്കാതെ വെറുതെ വെച്ചാലും ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ കടമായി വന്നുകൊണ്ടിരിക്കും. ഇത് കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ പലിശ കയറി വലിയൊരു തുകയാകും. ഉപയോഗിക്കാത്ത കാർഡാണെങ്കിൽ അത് കൃത്യമായി ബാങ്കിൽ പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മൂന്നാമത്തെ കാര്യം, മിനിമം ഡ്യൂ എന്ന ചതിക്കുഴിയാണ്. ബില്ല് വരുമ്പോൾ അതിൽ മൊത്തം അടയ്ക്കാനുള്ള തുകയും ചെറിയൊരു മിനിമവും തുകയും കാണിക്കും. പലരും ഈ ചെറിയ തുക മാത്രം അടച്ച് സമാധാനിച്ചിരിക്കും. എന്നാൽ ബാക്കിയുള്ള തുകയ്ക്ക് ബാങ്ക് വലിയ പലിശയാണ് ഈടാക്കുന്നത്. ഇത് ഏകദേശം 30 മുതൽ 40% വരെയാകാം. അതുകൊണ്ട് എപ്പോഴും മുഴുവൻ തുകയും അടയ്ക്കാൻ ശ്രമിക്കുക. കയ്യിൽ പണമില്ലാത്തപ്പോൾ മാത്രം മിനിമം തുക അടയ്ക്കുക, പക്ഷെ അത് ശീലമാക്കരുത്. നാലാമതായി, സുരക്ഷയെക്കുറിച്ച് പറയണം. ഇപ്പോൾ തട്ടിപ്പുകൾ കൂടുന്ന ഒരു കാലമാണ്. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകരുത്. ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് ആരെ വിളിച്ചാലും കാർഡ് നമ്പറോ രഹസ്യ നമ്പറുകളോ പറഞ്ഞു കൊടുക്കരുത്. മാസം മാസം വരുന്ന സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാൻ മറക്കരുത്. നിങ്ങൾ നടത്താത്ത എന്തെങ്കിലും ഇടപാടുകൾ കണ്ടാൽ ഉടൻ തന്നെ അത് ബാങ്കിനെ അറിയിക്കണം. അഞ്ചാമത്തെ കാര്യം, കാർഡ് ക്ലോസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾക്കൊരു കാർഡ് ഇനി വേണ്ട എന്ന് തോന്നിയാൽ അത് വെറുതെ കളയരുത്. ബാങ്കിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചോ അല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ട് പോയോ കാർഡ് റദ്ദാക്കണം. റദ്ദാക്കി കഴിഞ്ഞാൽ അവർ അത് കൺഫേം ചെയ്തുകൊണ്ടുള്ള സന്ദേശം അയക്കും. ഈ സന്ദേശവും സൂക്ഷിച്ചു വെക്കണം. ഇതൊക്കെയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 2026 നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കാർഡ് നൽകിയ ബാങ്കുമായി ഇടയ്ക്ക് സംസാരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ നിങ്ങളുടെ കയ്യിലാണ്. അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കി ക്രെഡിറ്റ് കാർഡ് കൃത്യമായി ഉപയോഗിച്ചാൽ അതൊരു നല്ല കരുതലാണ്. അല്ലെങ്കിൽ അതൊരു വലിയ ബാധ്യതയാകും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.